പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ചേരുകയാണ് 24-നൊപ്പം. സാർ, ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ പ്രതിഷേധം നടന്നു വരികയാണ്. ക്രൂര ബലാത്സംഗം അല്ല, കൂട്ടബലാത്സംഗമാണ് എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. വളരെ ദുഃഖകരമായ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമാണിത്. സമൂഹ മനസാക്ഷി ഉണർന്നു കഴിഞ്ഞു. ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി വരുന്നു. ഞാനവിടെ പോയിരുന്നു. ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു, മെഡിക്കൽ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചു, നഴ്സുമാരുമായിട്ട് സംസാരിച്ചു. അവരുടെ എല്ലാം മനസ്സിൽ ഭയമാണ്. ആരുണ്ട് സംരക്ഷിക്കാൻ എന്നൊരു ഭയമാണ്. ഒരിക്കലും നടക്കാൻ വയ്യാത്ത കാര്യമാണ് നടന്നത്. അതിലേറ്റവും പരിതാപകരമായിട്ടുള്ളത്, സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ്, ആ പോലീസ് കണ്ണടയ്ക്കുക മാത്രമല്ല ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നൊരു ധാരണയാണ് ജനങ്ങൾക്കുള്ളത്. പോലീസ് മന്ത്രിയുണ്ട് ഇവിടെ. ആര്? നാം മനസ്സിലാക്കുന്നിടത്തോളം പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. ഗവർണർ എന്ന നിലയ്ക്ക് ഞാനും തയ്യാറില്ല. ക്രമസമാധാന നില പരിപാലിക്കേണ്ട ചുമതല ഗവൺമെന്റിനാണ്. ഗവൺമെന്റിനോട് മറ്റുള്ളവർ സഹകരിക്കണമെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു. അറിയാതെ ചെയ്യുന്ന തെറ്റ് നമുക്ക് മനസ്സിലാക്കാം. അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിന് ഉണർത്താം, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നതിന് ഉണർത്താനാവില്ല. ഇന്ന് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഹൂ ഈസ് ദ കോപ്പ്, ഹൂ ഈസ് ദ തീഫ്? കള്ളനേത്, പോലീസ് ഏത് എന്ന സംശയം. ബംഗാളിലെ പോലീസ് നല്ല പോലീസാണ്, അവര് കാര്യക്ഷമതയുള്ളവരാണ്. പക്ഷേ ഒരു വിഭാഗം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, മറ്റൊരു വിഭാഗം ക്രിമിനലൈസേഷൻ ഓഫ് ദ പോലീസ് ഫോഴ്സ്. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അരാജകത്വത്തിലേക്ക് ഒരു സംസ്ഥാനം വഴുതി വീഴുകയാണോ എന്ന് തോന്നിപ്പോവും. അതുപോലെ നാഥനില്ലാ കളരി പോലെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നാഥൻ ഉള്ള കളരി. നാഥൻ ഉള്ള കളരിയിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിക്ഷ എന്ന് പറയുന്നത് ബംഗാളിൽ ശരിയാണ്. മുകളിൽ നിന്ന് പിഴവ് വന്നിരിക്കുന്നു. ഈ പിഴവ് നികത്തിയേ പറ്റൂ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ശക്തമായ നടപടികൾ എടുത്ത് ഇത് നിയന്ത്രിക്കുക തന്നെ ചെയ്യും. നിയന്ത്രിച്ചേ പറ്റൂ. അതുണ്ടാവും. അതേസമയം ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. CBIക്ക് ഒരു അന്ത്യശാസനം ഞായറാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടിട്ട്. പാഴ്വാക്ക്, വീൺവാക്ക് എന്നല്ലാതെ എന്ത് പറയാൻ? CBI എങ്ങനെ അന്വേഷിക്കണമെന്ന് CBIക്ക് അറിയാം. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ കോടതിയാണ്. കോടതിക്കറിയാം. CBIയുടെ അതിന്റെ വഴിക്ക് വിടുക. ഭീഷണി കൊണ്ടൊന്നും CBI വരുതിക്ക് വരുത്താം എന്ന് നോക്കണ്ട. അതല്ല പ്രശ്നം. ഗവർണർ എന്ന നിലയിൽ ഇന്നലെ ഞാൻ ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു. 42 മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ആരെ? CBI കേസിൽ ഉൾപ്പെട്ടുള്ള പ്രതികളെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. 14-ാം തീയതി രാത്രി ഏതാനും ഗുണ്ടകൾ ആ ആശുപത്രിയിൽ ഇടിച്ചു കയറി അവിടെയുള്ള എല്ലാം തല്ലി തകർത്തു. ഡോക്ടർമാരെയും നഴ്സുമാരെയും ഭീഷണിപ്പെടുത്തി. ഇന്നലെ ഞാനിവിടെ ചെന്നപ്പോൾ നഴ്സുമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ, ഞങ്ങളുടെ മുഖത്ത് നോക്കി നിന്നെയൊക്കെ ബലാത്സംഗം ചെയ്യും പരസ്യമായി. ആരുണ്ട് ചോദിക്കാൻ? അതാണ് വലിയ പ്രശ്നം. അതാണ് അരാജകത്വം എന്ന് പറഞ്ഞത്. ഈ അരാജകത്വത്തിനെതിരെ നടപടി സ്വീകരിച്ചേ പറ്റൂ. മുഖ്യമന്ത്രിക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നടപടി എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. നടപടി ആദ്യം എടുക്കുക. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, ചെയ്യട്ടെ. അതുകൊണ്ട് മാത്രമായില്ല. മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടരുത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഭരണം നടത്തണം. അങ്ങനെ നടത്തുന്നു എന്ന് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്തമാണ് ഗവർണർക്കുള്ളത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എളിയ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചത് തന്നെ ചെയ്യും. ഇതൊക്കെ നേരിടാനുള്ള ശക്തി, ആന്തരിക ശക്തി ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അതനുസരിച്ച് വേണ്ട നടപടികൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ എടുക്കുക തന്നെ ചെയ്യും.
ഈ കേസിൽ അടിമുടി തുടക്കം മുതൽ ആരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള പരാതി ഈ പ്രതിഷേധക്കാരുടെ നിന്ന് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അടുത്തിടെയുണ്ടായ അക്രമ സംഭവങ്ങൾ അതിൽ പ്രതിപക്ഷമാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ഉയരുന്നു, തിരിച്ചും ആരോപണങ്ങൾ വരുന്നു. അതെങ്ങനെയാണ് അങ്ങ്? രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഞാൻ ഇടപെടുന്നില്ല. സത്യമെന്ത് എന്ന് അറിയാനുള്ള മാർഗം ഒരു ഗവർണർക്കുണ്ട്. അത് രഹസ്യാന്വേഷണ ഏജൻസികളിലൂടെ ആവാം, ജനങ്ങളിൽ നിന്ന് നേരിട്ടാവാം. ഇവിടെ പീസ് റൂം എന്നൊരു സംവിധാനമുണ്ട്. ആർക്ക് ഗവർണറോട് എന്ത് പറയണോ അത് ഉടനടി അറിയിക്കാം. ആ പീസ് റൂം വഴി ധാരാളം വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു എന്നും ഏകദേശം അറിയാം. അതൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് വിടുന്നു. ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, കോടതികളിൽ ഇടപെട്ട് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ അറിയിച്ചു. CBIക്ക് വിടാൻ പറഞ്ഞു. ഇന്ന് വീണ്ടും ചില ഉത്തരവുകൾ ഉണ്ടായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം ചേരുമ്പോൾ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാനാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നടക്കുന്ന ഇക്കാര്യങ്ങൾ അതിന് മൃഗീയമെന്ന് വിശേഷിച്ചാൽ മൃഗങ്ങൾക്ക് കൂടി അപമാനകരമാണ്. ഒരിക്കലും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബംഗാളിൽ ഇത് സംഭവിക്കാൻ പാടില്ല. അതായത് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്നാണല്ലോ പറയാറ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന രീതിയിൽ, അതുപോലെ ഭ്രാന്ത് വന്നാൽ ചങ്ങലയ്ക്കിടാം. ഇപ്പോഴത്തെ അവസ്ഥ ബംഗാളിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇത് ഒരു പുതിയ പ്രതിഭാസമാണ്. പക്ഷെ താൽക്കാലിക പ്രതിഭാസമാണ്. ജനങ്ങൾ ഒന്നിച്ച് നേരിട്ടാൽ ഇതിനെയൊക്കെ നേരിടാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടന ശക്തമാണ്. അത് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ പ്രയോഗിക്കുക തന്നെ ചെയ്യും. ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ അരാജകത്തിന് അറുതി വരുത്തിയേ പറ്റൂ. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ധനസഹായം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് നീതി മതി എന്നാണ് അവരുടെ ആവശ്യം. അങ്ങ് അവരെ കാണാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ട്? ഈ വിവരം അറിഞ്ഞ ദിവസം, കഴിഞ്ഞ 10-ാം തീയതി, ചില ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും എന്നെ കാണാൻ വന്നു. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം പോയി ആ മാതാപിതാക്കളെ കാണട്ടെ. ഞാനും ഒരച്ഛനാണ്. എനിക്കറിയാം മകൾക്കിങ്ങനെ സംഭവിച്ചാൽ ഒരച്ഛനും അമ്മയ്ക്കും എന്തായിരിക്കും അവരുടെ മനോവേദന എന്നറിയാം. അതുകൊണ്ട് ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞു, തൽക്കാലം അങ്ങനെ കാണുന്നതിൽ അവർക്ക് താല്പര്യമില്ല എന്ന് അവരല്ല പറഞ്ഞത്, അവിടെ വന്ന ഡോക്ടർമാർ പറഞ്ഞു. ഇന്നലെ വീണ്ടും ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞാൻ ആദ്യം സംഭവ സ്ഥലത്ത് പോയി. അതിനുശേഷം മാതാപിതാക്കളെ കാണണം എന്നാഗ്രഹിച്ചു. മാതാപിതാക്കൾ പറഞ്ഞതായി എന്നോട് റിപ്പോർട്ട് ചെയ്തു. കാണുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷേ 2-3 ദിവസം കഴിയട്ടെ. തീർച്ചയായും അവരുടെ വികാരങ്ങൾ മാനിക്കണം. അതുകൊണ്ട് ഞാൻ പോകാൻ തത്രപ്പാട് കാട്ടിയില്ല. എത്രയും പെട്ടെന്ന് അവർക്ക് സമ്മതമായ സമയത്ത് പോകും, കാണും. ഈ വിഷയത്തിൽ അങ്ങ് നടപടി എന്ന് ഭരണഘടനാപരമായ ഉത്തരം ഇതിനുണ്ട് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് എന്റെ കണ്ണും കാതും തുറന്നിടുക എന്നുള്ളതാണ് എന്റെ ശൈലി. ഞാൻ ചെയ്യേണ്ടതാണ്. അതങ്ങനെ തന്നെ ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ എന്തൊക്കെ നടപടികൾ എപ്പോൾ എടുക്കണമോ അത് എടുക്കുക തന്നെ ചെയ്യും. ഇതിന്റെയൊക്കെ അന്തിമ തീരുമാനം ഗവർണറല്ല എന്നറിയാമല്ലോ. വളരെ ആലോചിച്ചും അവധാനതയോടും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമായതുകൊണ്ട് ഇപ്പോൾ അതിനൊക്കെ ഒരു പരസ്യമായി ഞാൻ ഒന്നും പറയുന്നില്ല. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കുക തന്നെ ചെയ്യും. എന്തായാലും പശ്ചിമ ബംഗാളിലെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് എന്നും ഈ വിഷയത്തിൽ ഉചിതമായ സമയത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നുമാണ് ഗവർണർ CV ആനന്ദ് ബോസ് വ്യക്തമാക്കിയത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 കൊൽക്കത്ത.